ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 13, 14 അധ്യായങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ കൂടിയുള്ള ദൈവികമായ ആലോചനയും നമുക്ക് ശ്രമിക്കാം. ദേവാലയ ശുദ്ധീകരണം, അതിനുശേഷം വ്യക്തിപരമായ പൗരോഹിത്യത്തിൻ്റെ ശുദ്ധീകരണം, പിന്നെ വ്യക്തികളുടെ ശുദ്ധീകരണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുകയാണ് ഒരു രോഗത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരിതാണ്. രോഗിയായ കുഷ്ഠരോഗത്തെക്കുറിച്ചാണ് ഈ 13, 14 അധ്യായങ്ങളിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. രോഗത്തിൻ്റെ തീവ്രതയും കാഠിന്യവും അന്നത്തെ സമൂഹത്തിൽ ഇന്ന് അത്രയ്ക്ക് ഇതില്ല, വൈദ്യശാസ്ത്രം അതിന് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ അത് തീവ്രമായിരുന്നു. അത് സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട് ഈ കുഷ്ഠരോഗികൾ ഈ പ്രമാണത്തിലാണ് കോവിഡ് വന്നപ്പോഴൊക്കെ ഉള്ളതായ ക്വാറന്റൈനൊക്കെ ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മിക്കവാറും എല്ലാവരൊക്കെ കേട്ട് കാണും. ക്വാറന്റൈനൊക്കെ ഇതിനകത്താണ്. അതിന് 7 ദിവസം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, പുരോഗതിന് കുഷ്ഠരോഗത്തിൻ്റെ ആഴം, കുഷ്ഠരോഗം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണം. കണ്ടുപിടിച്ച് അവന് പാളയത്തിന് പുറത്ത് താമസിക്കുന്ന, അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഒരിതാണ് അവിടെ കാണുന്നത്. നല്ലതിന് പിന്നെ ശുദ്ധി വന്നതിന് ശേഷം പാവരികാരമൊക്കെ ചെയ്ത് അവനെ ശുദ്ധനെന്നെണ്ണി മടക്കി കൊണ്ടുവരുന്ന ഒരിതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്നത്തെ ഇതിൽ നമ്മൾ പറയും പാവകുഷ്ഠത്തെ എന്ന് പറയും. എന്നാൽ പാവം സിന്നെന്ന് പറയുന്ന ലെപ്രസി പോലെ തന്നെ അത് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കണം. പാവങ്ങളെ കണ്ടെത്തി പാവകുഷ്ഠത്തെ നീക്കുവാനുള്ള ഒരു പ്രാർത്ഥനകളാണ് കൂടുതലുമൊക്കെ ഇതിനോട് ചേർത്ത് നമ്മൾ കാണാറുള്ളത്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയത്തേക്ക് പോകുന്നില്ല, കാരണം അത് മുഴുവൻ ഇത് വിവരണങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഇതെല്ലാം കുഷ്ഠമെന്ന് പറയുന്ന ആ ഒരു രോഗത്തിൽ നിന്ന് ദൈവം അവന് ഉള്ളത് ഭയങ്കരമായ ഒരിതാണ്. ഇപ്പോൾ 45 വടവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയാൻ, ഒരു തല മൂടാതിരിക്കണം, അവൻ അതിരെ മൂടിക്കൊണ്ടുകയും അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവൻ്റെ രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ്റെ പാളയത്തിന് പുറത്തായിരിക്കണം. പിന്നീട് അവൻ്റെ കുഷ്ഠം മാറി അവൻ വരുമ്പോഴത്തേക്കും അവിടെ നമുക്കാണ് 14 അധ്യായത്തിലേക്ക് വരണം. അവിടെ 3-ാമത്തെ വാക്ക്, പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ള വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതന് ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതെ ഇറക്കുവാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ അവനെടുത്തുകയും ജീവനുള്ള പക്ഷിയെ ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിയുവാനുള്ള മേൽ 7 പ്രാവശ്യം തളിച്ച് അവന് ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ഒന്ന് ഒരു യാഗമായിട്ടും 2 ജീവനുള്ളതായിട്ടും 2 പക്ഷിയെ അവിടെ കാണുകയാണ്. അപ്പം നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ യാഗമായി തുടർന്ന് അവൻ ഉയർത്തെഴുന്നേറ്റം ജീവിക്കുന്നതാണ്. 2 അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. പിന്നീട് അവനെ ശുദ്ധീകരിക്കുന്നതാണ്. പിന്നെ അവൻ്റെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള അവിടെ ഒരു കുറ്റി എണ്ണ, ഒരിടങ്ങഴി നേരിയ അങ്ങനെ കുറേ പ്രമാണങ്ങളാണ്. അതൊക്കെ പഴയ നിയമ പ്രമാണങ്ങളാണ്. എന്നതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകും. പക്ഷെ അതിലേക്ക് ഓരോരോ മാർമികമായ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് പറ്റും. ഏതായാലും ഇന്നത്തെ ഇതിലെങ്ങനെയാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പ്രധാനമായിട്ടും ഈ കുഷ്ഠരോഗികളെല്ലാം സൗഖ്യമാക്കുന്നതായിട്ട് കാണുകയാണ്. കർത്താവ് അവരോട് മനസ്സിലായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. കുഷ്ഠരോഗി എൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാമെന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശുവിനെ അമർച്ചയെ ശാസിച്ചു, ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ അവൻ പുറപ്പെട്ട് വളരെ ഘോഷിക്കാനൊക്കെ തുടങ്ങിയെന്ന് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അവൻ വന്ന് എളിമപ്പെടുകയാണ്, ദൈവത്തിന് മേൽ മുട്ടുകുത്തുകയാണ്. അപ്പോൾ അവൻ വിശ്വസിക്കുക. സാധ്യമല്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് സകലവും സാധ്യമെന്ന് അവൻ വിശ്വസിക്കുകയാണ്. യേശുവിൽ അവൻ വിശ്വസിക്കുക. യേശുവിന് കഴിയും. എൻ്റെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഭവിക്കുന്ന ദോഷങ്ങൾ ഏത് രീതിയിലാണ്, എത്ര തീവ്രമാണെങ്കിലും ദൈവത്തിനതെല്ലാം നിസ്സാരമാണ്. അവിടെ അവനത് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. കർത്താവ് പറയും, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എത്ര ഹീലിംഗ് പ്രോസസ്സിങ്
ഇത് ശാരീരിക രോഗത്തിലാണെങ്കിലും ശരി, പാപരോഗങ്ങളെ സൗഖ്യമാക്കുന്നതിലാണെങ്കിലും ശരി, എത്രയോ അഡിക്ഷൻസ്, തിന്മകളുടെ, മദ്യപാനത്തിൻ്റെ, അങ്ങനെയുള്ള ഓരോ അഡിക്ഷൻസ് അതിൽ പെട്ടുപോയ വ്യക്തികൾ എല്ലാം മാറി മാറി ഓരോന്നും ചെയ്ത് നോക്കിയിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ, ഇപ്പോൾ പുകവലിയെക്കുറിച്ച് പറയുമ്പോൾ, അതേ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഈ പുകവലിയുടെയൊക്കെ ഉള്ളവർ ആ സമയം വരുമ്പോൾ സ്വീറ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിരിക്കുക. ആ സമയം ടെൻഡൻസി വരുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഉടനെ ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുക, നീ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന്. അല്ല, ആ ടെൻഡൻസി വരുമ്പോൾ അത് മാറാൻ വേണ്ടി. അപ്പോൾ അതാണോ മാറ്റിയത്, അതോ ഞാനാണോ അത് മാറ്റാൻ ശക്തനെന്ന് ചോദിച്ചു. ഉടനെ ആ വ്യക്തിക്ക് ബോധം വന്ന് ദൈവമയോടെ പ്രാർത്ഥിച്ചു. ഉടനെ അദ്ദേഹത്തിൽ നിന്ന് ആ ടെൻഡൻസി പോലും മാറിപ്പോയി, അതുപോലും വരാതെ വണ്ണം. പിന്നെ അതിന് തോന്നാറേ ഇല്ല അങ്ങനെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ ശുദ്ധീകരിക്കും. നമുക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ആ വചനം എപ്പോഴും നമുക്ക് ഓർക്കാൻ സാധിക്കും. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. അവനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇത് നമ്മുടെ ഓരോ പ്രതികൂലങ്ങൾ നമ്മൾ കണ്ട് നമ്മളത് അപ്ലൈ ചെയ്യണം. യെസ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ, പക്ഷെ പോസിബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെ ഈ കുഷ്ഠരോഗം മാറുകയാണ്. പിന്നീട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ശമരിക്കും ഗലീലയും നദി കൂടി കർത്താവ് പോകുമ്പോൾ 11-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത്. 11-ാമത്തെ വാക്യം മുതൽ, കുഷ്ഠരോഗികളെ 10 പുരുഷന്മാർ അവനെതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഉറക്കെ പറയുകയാണ്. ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും കർത്താവിന് തൻ്റെ അത്ഭുതം പ്രവർത്തിക്കാതെ അവിടെ പറയുക, അവനവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിനെന്ന് പറഞ്ഞു. മനസ്സിൽ കർത്താവിന് അവരെ തൊട്ടില്ല, ഒന്നും ചെയ്തില്ല. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അവർ പോകയിൽ തന്നെ, അവരുടെ മാറിയോന്ന് അവർ നോക്കുന്നത്, അവർ പോകയിൽ തന്നെ അവർക്ക് സൗഖ്യം വന്നു എന്നാണ് പറയുന്നത്. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അപ്പോൾ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. കർത്താവിനടുത്ത് നിൽക്കുമ്പോഴല്ല, അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ സൗഖ്യം വരും. അപ്പോൾ എവിടെ വേണമെങ്കിലും ദൈവത്തെ നമ്മൾ പ്രവർത്തിക്കാം. ദൂരത്തോ ചാരത്തോ അകലത്തോ എവിടെയോ ഏത് സാഹചര്യത്തിലോ ദൈവത്തെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഏതായാലും അവിടെ കാണുകയാണ്, ഒരുത്തൻ മാത്രം തിരിച്ചു വന്നു. 10 പേര് സുശുദ്ധരായി, ഒരുത്തൻ മാത്രം തിരിച്ചു വന്നു. അവരിൽ ഒരുത്തൻ എനിക്ക് സൗഖ്യം വന്ന കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നന്ദി പറയുന്ന ഒരനുഭവം. അനേക അനുഗ്രഹങ്ങൾ നേടും. അനുഗ്രഹങ്ങൾ നേടിയിട്ട് അവർ പോവുകയാണ്. പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥിക്കുന്ന പോലെ. പരീക്ഷയ്ക്ക് ഒരു പ്രാർത്ഥനയുണ്ട്, പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിസ്മരിച്ചു. വിജയം കിട്ടുമ്പോൾ തങ്ങൾ നേടിയ വിജയം പോലെ ആഘോഷിക്കുന്നു, മുട്ടായ്മ മേടിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ദൈവത്തെ വിസ്മരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവം എന്ന നിലയിൽ നമ്മോട് കരുണ കാണിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണിക്കണം, നന്ദി കാണിക്കുന്ന കർത്താവ് എടുത്തു പറയുകയാണ്. 10 പേര് ശുദ്ധരായി, ഒരാൾ മാത്രം തിരിച്ചു വന്നു. അത് ഒരു ശമര്യക്കാരനെയാണ് പറയുന്നത്. ഇപ്പം എപ്പോഴും യെരൂശലേമിന് ശമര്യക്കാരും വിരോധമായിരുന്നു. പക്ഷെ ആ ചെറിയപ്പെട്ട വ്യക്തിയെ തന്നെയാണ് കർത്താവ് എപ്പോഴും ഇവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം. ഇവിടെ ഈ ശമര്യക്കാരൻ മടങ്ങി നന്ദി പറഞ്ഞു. ഉടനെ പറയുക, നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അവൻ നന്ദിയുള്ളവനായിരുന്നു. കർത്താവ് ചോദിക്കും, 10 പേർ ശുദ്ധരായില്ലയോ? 9 പേർ എവിടെ എന്ന് ചോദിക്കുന്നത്. ചോദ്യം ഇപ്പോഴും അതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് നന്മകൾ, ചെറിയൊരു ഇതാണെങ്കിലും ശരി, നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായി നന്ദി പറയാനായിട്ട് നമ്മൾ മുമ്പ് ചിന്തിച്ചുള്ളൊരു യാഗം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന്. സ്തോത്രമെന്ന യാഗം, അതിന് നമുക്ക് വേറെ ഇതൊന്നുമില്ല. നമുക്ക് ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ, എല്ലാറ്റിനും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം അപ്പോൾ പിന്നെ നമുക്ക് വിശ്വസിക്കുക, എല്ലാം കിട്ടി, എനിക്ക് സുഖമായി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടന്നു, ആ ദൈവം നിർത്തിപ്പാൻ ദൈവശക്തൻ. അന്നേരം ദൈവത്തെ സ്തുതിക്കുക. കർത്താവേ, നീ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, നീ എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അപേക്ഷയ്ക്ക് ഉത്തരം തന്നതിനായി നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് അത്ഭുതകരമായിട്ട് ദൈവം നടത്തും. പിന്നീട് അതിനുവേണ്ടി ദൈവം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ദൈവിക ഉദ്ദേശത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. സ്നേഹവാനായ ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനെ,
സർവവ്യാപിയെ, നിനക്കെവിടെയും ആരിൽ കൂടെയും ഏത് സമയത്തും ദൂരത്തും ചാരത്തും കർത്താവെ എങ്ങനെയാണ് അവിടത്തേക്ക് സകലവും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ തരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് തരുന്നുപ്പാ. ഞങ്ങൾക്ക് ശരീരത്തിലും ആത്മാവിലും ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും സമ്പൂർണ്ണമായ സൗഖ്യവും ശുദ്ധീകരണവും സൗഖ്യവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ ഒന്നാമത് വിശുദ്ധീകരിക്കണമേ, രണ്ടാമത് ഞങ്ങളുടെ ശാരീരിക രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ. നിൻ്റെ അടുക്കൽ വന്ന എല്ലാവരുടെ മേലും അവിടുന്ന് കൈവച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ വ്യാധികൾ പിടിച്ച അനേകരെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നീ എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കിയാൽ നിങ്ങൾ വായിക്കുന്നില്ല കർത്താവേ. നിനക്കൊന്നും അസാധ്യമല്ല എന്നുള്ളതിനാകെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നില്ല. രോഗങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. രോഗികളായിരിക്കും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യണമേ. ക്രൂശിലേറ്റ കർത്താവെ, അവിടുത്തെ മുറിപ്പാടുകളാൽ എൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറയുന്നല്ലോ. അപ്പോൾ ആ നിൻ്റെ അടിപ്പിണറുകളാൽ ആ സൗഖ്യം ഞങ്ങളിലേക്ക് അവിടുന്ന് പകരണമേ. അപ്പോൾ ആ സൗഖ്യവും അനുഗ്രഹങ്ങളും എല്ലാം പ്രാപിക്കുമ്പോൾ ഒരിക്കലും നന്ദി പറഞ്ഞ് മടങ്ങിപ്പോകാനല്ല, സൗഖ്യദായകനാ നിൻ്റെ കൂടെ. അനുഗ്രഹം കണ്ടിട്ട് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ, അനുഗ്രഹങ്ങൾ ഉടയവൻ്റെ പിന്നാലെ, അനുഗ്രഹദാതാവിനെ തന്നെ സ്വന്തമാക്കി നിന്നോട് ചേർന്ന് നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ചൊരിഞ്ഞ നല്ല നന്മകൾക്കായി കൃപകൾക്കായി ഇത്രത്തോളം കൊണ്ടുവന്നോട് കൃപയ്ക്കായ സ്തുതി. തുറന്നു നിരത്തി രക്തത്തിൽ പൊതിയണമേ. തിരുനാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണമേ. പുത്രനാമത്തെ താഴ്മയെ വീക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കഴുകണമെന്നേ സോപ്പായാൽ കഴുകൻ പോൽ വിശുദ്ധിയെ പുതുക്കിയിടുവാൻ കാൽവറിയിലെ തിരുരക്തത്തിൻ ശക്തിയിൻ എന്നിൽ വെളിപ്പെടണേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.